ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മോളുടെ പനി കുറയാത്തതിനെ തുടർന്ന് ഞാനും വൈഫും എൻ്റെ മോളെയും കൂട്ടി നേരെ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേസ് വന്നത്. വരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് നല്ല ഛർദിയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നേരെ ICUയിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ICUയിലോട്ട് മാറ്റി മോൾക്ക് ട്രിപ്പൊക്കെ ഇട്ട്. അപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്ന് നമുക്ക് കുട്ടികളെ വാർഡിലേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ കുട്ടികളെ വാർഡിലേക്ക് മാറ്റി മോക്ക് ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് ആൾ ആക്റ്റീവായി. കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് കുട്ടികളെ വാർഡിലൊക്കെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ നമുക്കൊന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോളുടെ ബ്ലഡ് എടുത്ത് നേരെ ലാബിൽ വന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് റിസൾട്ട് കിട്ടിയത്. റിസൾട്ട് കിട്ടിയപ്പോൾ മോളുടെ ബ്ലഡ് കൗണ്ട് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു മരുന്ന് ഡോക്ടർ എഴുതി തന്നു. ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി നേരെ പുറത്തേക്ക് വന്നു അങ്ങനെ പുറത്ത് വന്ന് മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ ചായ, പിന്നെ 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അവിടെ ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ കടലാസൊക്കെ ഇടാൻ വേണ്ടി 2 ചെറിയ ബക്കറ്റൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് വന്നതാണ് അങ്ങനെ പുറത്തേക്ക് വന്ന് ഷോപ്പിൽ കയറി. ആ ഷോപ്പിൽ നിന്ന് ചെറിയൊരു ബക്കറ്റ്, അതുപോലെ തന്നെ വലിയൊരു ബക്കറ്റൊക്കെ വാങ്ങി. അങ്ങനെ പുറത്ത് വന്നപ്പോൾ നല്ല മഴയായിരുന്നു നല്ല മഴയും അതുപോലെ തന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, റേഷൻ കാർഡ് നിർബന്ധമായിട്ട് എടുക്കുക. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ റേഷൻ കാർഡൊക്കെ എടുത്തിട്ട് വരിക. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാഷൊക്കെ നല്ലോണം കുറഞ്ഞു കിട്ടും. റേഷൻ കാർഡൊക്കെ എടുത്തിട്ട് വരിക. അങ്ങനെ പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ ചായയൊക്കെ ഓർഡർ ചെയ്തു. ഇപ്പോൾ മോൾക്ക് ഇളനീർ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇളനീർ ജ്യൂസിനൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ കയറിയ ഷോപ്പിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബക്കറ്റായാലും നേറ്റി ആയാലും വെള്ളമായാലും ചായ ആയാലും ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഈ ഷോപ്പിലുണ്ടായിരുന്നു. ഇത് വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ നേരെ ഇടതുവശത്ത് കാണുന്ന ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഇത്ര സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നവർ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. ക്യാഷൊക്കെ കുറച്ച് അങ്ങനെ MRP റേറ്റിലൊന്നും നല്ല സാധനം വാങ്ങുന്നത്. അങ്ങനെ 2 ഇളനീർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ പാർസലിന് പ്രത്യേക ഗ്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അടപ്പ് തുറന്ന് സ്ട്രോ ഇട്ടിട്ടാണ് കുടിക്കേണ്ടത്. അങ്ങനെ മഴയൊക്കെ ചെറിയ കുറവൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ സമയത്ത് അതിന് പുറത്തിറങ്ങി. അതേത് ഷോപ്പാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഷോപ്പിൻ്റെ പേര് കഫേ ന്യൂ സ്റ്റോറാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ 2ാമത്തെ ദിവസം നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചോറൊക്കെ വാങ്ങി. പ്ലാസ്റ്റിക് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇതുപോലെയുള്ള കവറിലാണ് ഇത് കവർ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളുടെ വാർഡിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു മോള് എന്തോ നല്ല അടിപൊളി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു. വാട്ടറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, വെള്ളം കാര്യങ്ങൾ. പിന്നെ രോഗികൾക്ക് പോകാനുള്ള ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മോൾക്ക് ചൂടുവെള്ളത്തിന് വേണ്ടി ഒരു ഫ്ലാസ്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലാസ്ക് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഗൾഫിൽ നിന്ന്, അല്ലാണ്ട് അവിടെ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ അതിനടുത്ത് തന്നെ നമ്മൾ സഹകരണത്തിൻ്റെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ഈ ക്യാൻറ്റീൻ രാവിലെ 7 മണിക്ക് തുറക്കും. അപ്പോൾ 7 മണിക്കകത്ത് ചായ, 10 മണിക്കകത്ത് ഫുഡായാലും ഉച്ചക്കകത്ത് ചോറായാലും ഒക്കെ ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ ആംബുലൻസ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേ വാർഡ്, അതായത് നമ്മൾ പേ ചെയ്തിട്ട്
നമുക്ക് റൂം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മുൻകൂട്ടി അത് ബുക്കൊക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടൂ. ഹോസ്പിറ്റലിൽ പോയ ഉടനെ തന്നെ ഇത് കിട്ടത്തില്ല, 2-3 ദിവസം മുമ്പ്. അപ്പം പ്രസവത്തിനൊക്കെയാണ് കൂടുതൽ, കാരണം പ്രസവത്തിൻ്റെ ഡേറ്റ് മുൻകൂട്ടി അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ട് നമുക്കവിടെ റൂം വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി റിസർവ് ചെയ്താൽ മതി, അവിടെ പേപാടായിട്ട് കിട്ടും. പിന്നെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 പേർ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും മോളും വൈഫും കൂടി നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക്.